ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. വെൽക്കം ബാക്ക് ടു മലബാർ ഡയറീസ്. ഞങ്ങൾ ഇന്ന് ന്യൂ ഇയർ ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ ക്യാമ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഒറ്റക്കല്ല കേട്ടോ, അച്ഛൻ്റെ ഒക്കെ ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഫ്രണ്ടിൻ്റെ ഫാമിലി ഉണ്ട്. ആദ്യമായിട്ടുള്ള ക്യാമ്പിങ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. കുഞ്ഞുവാവയുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. നമുക്ക് ഏത് വഴിയൊക്കെയാണ് പോകുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ എല്ലാം മനോഹരമായിട്ടോ, പോകുന്ന വഴി നമുക്ക് കാണാം. അച്ഛാ, നമ്മുടെ ഷാർജയിൽ നിന്ന് ലൗലേക്ക് വരെ എത്ര ദൂരം ഉണ്ടായിരിക്കും? നമ്മളന്ന് നോക്കിയപ്പോൾ ഏകദേശം 84 കിലോമീറ്റർ ആണുള്ളത്. ഞങ്ങളെ ലൗലേക്കിലാണ് പോകുന്നത്. എല്ലാവരും കണ്ടിട്ടുള്ളതാണെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ദുബായിലുള്ള ലവ് ലേക്ക്, അവിടെ ഒരുപാട് ലേക്സുകളുണ്ട്. ലവ് ലേക്ക് ഉണ്ട്, ഫ്ലെമിംഗോ ലേക്ക് ഉണ്ട്, അൽകുദ്ര ലേക്ക് കൊണ്ട് അടുത്തായിട്ട് എക്സ്പോ ലേക്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് ലേക്സുകളുണ്ട്. ഞങ്ങൾ ഇന്ന് ടെന്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്നത് ലവ് ലേക്കിന്റെ ലവ് ലേക്കിലാണ് സൈഡിലായിട്ടാണ്. ടെന്റ് അടിക്കുന്നത്. കുഞ്ഞുവാവ ഉള്ളതുകൊണ്ട് തന്നെ ലേക്കിന്റെ അടുത്തായിട്ടില്ല ഞങ്ങൾ കണ്ടിരുന്നത്, കുറച്ച് ഉൾഭാഗത്തേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മളിവിടെ അൽകുദ്ര എത്താറായി. നമ്മളിപ്പോൾ നേരെ ചെന്ന് കയറുന്നത് അൽകുദ്ര റൗണ്ട് ഔട്ടിലേക്കാണ്. ഈ റൗണ്ട് ഔട്ടിൽ നിന്ന് റൈറ്റ് ലെഫ്റ്റ് ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഓരോ ലേക്സിലേക്കുള്ളതാണ്. എക്സ്പോ ലേക്ക് ഉണ്ട്, പിന്നെ അൽകുദ്ര ലേക്ക് ഉണ്ട്, ലവ് ലേക്ക് ഉണ്ട്, ഫ്ലെമിംഗോ ലേക്ക്. അപ്പോൾ നമ്മൾ പോകുന്നത് ലവ് ലേക്കിലേക്കാണ്. ലവ് ലേക്കിൻ്റെ സെയിം റൂട്ട് തന്നെയാണ് ഈ ഫ്ലെമിംഗോ ലേക്കും അതൊക്കെ വരുന്നത്. നമ്മൾ ഈ റൗണ്ട് ഔട്ടിൽ നിന്ന് നമ്മളുടെ ലവ് ലേക്കിലേക്കുള്ള ആ ഒരു റോഡിലേക്കാണ് കയറിയേക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് പോകേണ്ടത്. ഇപ്പോൾ അവിടെ നിന്ന് ഓരോ ആൾക്കാർ അവിടെ എല്ലാം പോയിട്ട് തിരിച്ചു വരുന്ന വണ്ടികളാണിത് കാണുന്നത് ഇപ്പോൾ. നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ തന്നെ അവിടെ കുറച്ച് തിരക്കുള്ള ഒരു സ്ഥലമുണ്ട്. അതായത് അവിടെ ഒരു ചെറിയ ഷോപ്പ്, അതായത് നമുക്ക് ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം കാണാനായി. പിന്നെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ആയിട്ടുള്ള ഷോപ്പ് നമുക്ക് അതുപോലെ തന്നെ ഈ ഭാഗത്ത് കുറെ ആൾക്കാർ ക്യാമ്പിങ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം കുറച്ച് നേരം നമ്മൾ നോക്കണം. അപ്പോൾ എല്ലാവരും നമ്മൾ മാത്രമല്ല, നമ്മളുടെ ഒരു ഫാമിലി ഫ്രണ്ടും കൂടി ഉണ്ട്. അപ്പോൾ അവർ നമ്മുടെ പിന്നിൽ തന്നെ വരുന്നുണ്ട്. നമ്മളപ്പം ഓരോ പ്ലേസൊക്കെ നോക്കി പോവുകയാണ്, നല്ലൊരു പ്ലേസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്.
അങ്ങനെ നമുക്ക് പറ്റിയൊരു സ്പോട്ട് നോക്കി നമ്മൾ കുറേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അങ്ങനെ ഓരോ സ്പോട്ടിലും എല്ലാ സ്ഥലത്തും ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് പറ്റിയൊരിടം നോക്കാൻ വേണ്ടി നമ്മൾ നോക്കുകയാണ്. അങ്ങനെ നമ്മൾ ലവ് ലേക്ക് അവിടെ എത്തി. അവിടെ നമ്മൾ പാർക്കിങ്ങിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ലവ് ലേക്ക് ഒന്ന് ജസ്റ്റ് കാണാമല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലേക്ക് നമ്മൾ ലവിലേക്ക് കയറുന്ന ആ ഒരു എൻട്രൻസ് ആണ് ഈ കാണുന്നത്. നല്ല ഭംഗിയാട്ടോ അവിടെ കാണാനായിട്ട്. അറ്റ് ലാസ്റ്റ് നമ്മളുടെ സ്പോട്ട് നമ്മൾ കണ്ടുപിടിച്ചു. നല്ല ഭംഗിയുള്ള ഒരു സ്പോട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ ചുറ്റിനും വേറെ ഒരു ടെൻ്റൊന്നും നമ്മൾ കണ്ടില്ല. നമ്മൾ കാറ് പാർക്ക് ചെയ്തിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പം തന്നെ നമ്മളുടെ ടെൻ്റെല്ലാം നമ്മൾ സെറ്റ് ചെയ്തു. കാരണം കുറച്ച് ഇരുട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടായാലോ എന്ന് കരുതി നമ്മൾ വന്നപ്പോൾ തന്നെ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് എല്ലാം ആക്കി. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. നമ്മളുടെ ടെൻറ്റിൻ്റെ ചുറ്റിനും മരങ്ങളാണ്. ഇങ്ങനെ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കാറിടുന്ന സ്പേസിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഈ ലേക്കാണ് കാണുന്നത്. നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട്. ഈ വൈകിട്ട് ഈ ലേക്കിൻ്റെ സൈഡിലൊക്കെ ഭയങ്കര കാറ്റുമാണ്, നല്ല തണുത്ത കാറ്റാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ പോയപ്പം നമ്മൾ 2 ടെൻ്റ് അപ്പുറത്തും വെച്ച് നമ്മൾ പായെല്ലാം ഇട്ട് നല്ല സെറ്റായിട്ട് നമ്മൾ ചില്ല് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇനി ഇത് ശരിയാക്കിയിട്ട് വേണം. നമ്മൾ ഓൾറെഡി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് എല്ലാമേ കൊണ്ടുപോയതാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 31st അല്ലേ, അപ്പോൾ നമ്മൾ ചെറിയൊരു കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് കേക്കെല്ലാം നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അത് പിണഞ്ഞു പോയി. അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്യായിരുന്നു. തുമ്പി ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടെ ഭയങ്കര സെറ്റിലാണ്. എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്തക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത്തയാണ് നമ്മുടെ ഇതെല്ലാം ചുട്ട് എല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് തന്നത്. അതിനിടയ്ക്ക് അപ്പു ബെഡിൽ കയറി ഭയങ്കര കളിയാണ്. അപ്പോൾ ആദ്യമായിട്ടാണല്ലോ ടെൻറ്റിലൊക്കെ കയറിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അപ്പു അത് കുട്ടനും കൂടെ ഭയങ്കര കളിയായിരുന്നു. ഞാനും അനഘയും കൂടെ ലൈറ്റ്സൊക്കെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ചുമ്മാ ചില്ലടിച്ചിരിക്കുകയായിരുന്നു. എല്ലാവരും സംസാരിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. പാട്ടൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത്
അങ്ങനെ 12 മണി ആവാറായി. അപ്പോൾ നമ്മൾ 12 മണിക്ക് കേക്ക് മുറിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മളിരുന്നത്. അപ്പം കേക്കെല്ലാം വെച്ച് സെറ്റ് ചെയ്യുകയാണ് കറക്റ്റ് 12 മണിയാകുമ്പോൾ മുറിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഒരു വെൽക്കം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊന്നും കിട്ടിയില്ല, 2026 ഒന്നും കിട്ടിയില്ലായിരുന്നു. അത് ഞങ്ങൾ കേക്കിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ എല്ലാവരും കൂടെ 12 മണിയായപ്പോൾ നമ്മൾ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞ് കേക്കെല്ലാം കട്ട് ചെയ്ത് സത്യം പറയാലോ ഞങ്ങളുടെ ആദ്യത്തെ ന്യൂ ഇയർ ആണിത്. ഇങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ക്യാമ്പിംഗ് കൂടിയാണ് കേട്ടോ. പക്ഷേ നല്ല സൂപ്പർ ക്യാമ്പിംഗ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. നിങ്ങളൊക്കെ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലൊക്കെ ഇതുപോലെ പോകണം, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.